ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് റിയാക്ഷനാണ് എമ്പുരാൻ സിനിമക്ക് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്രയും വീഡിയോ ചെയ്യുന്നു ചോദ്യം അല്ലേ? പിന്നെ ആ സിനിമയുടെ വലുപ്പം തന്നെയാണ് ഇതിന് കാരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 27-ാം തീയതി മനസ്സിലാവും. ഓക്കെ. എന്തായാലും ഇന്റർവ്യൂസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. ലാലേട്ടനും പൃഥ്വിരാജും വേറെ ലെവലായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. 2 ഇന്റർവ്യൂ ആണ് ഏറ്റവും ഭീകരം. ഒന്ന് ഏതാണ് ആ ഭാഷ എന്നറിഞ്ഞൂടാ, ഏതോ ഒരു ഭാഷയുടെ ഇന്റർവ്യൂ ഒരു ചേച്ചി ചെയ്തിട്ടുണ്ട്. അത് തേന്മാൻകൊമ്പത്തിന് ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ ഇത് കാട്ടുഭാഷയൊന്നുമല്ല, ഇത് ഏതോ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഭാഷ എന്ന് പറഞ്ഞില്ലേ, ആ സാധനമാണ്. ഒരു അന്തവും കുന്തവും കിട്ടാത്ത ഒരു സാധനം. ഇവര് അതായത് ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഇത് ഈ ഇന്റർവ്യൂ ലാലേട്ടനും പൃഥ്വിരാജും ഞങ്ങൾക്കറിയാത്ത ഭാഷ, ഞങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്ത ചലഞ്ചോ ആ രീതിയിൽ ഇരുന്നതാ. പിന്നീട് മനസ്സിലായത് കേട്ടോ, ചില ട്രോൾ മറ്റേ പോസ്റ്ററുകളൊക്കെ കാണാം. എൻ്റെ പൊന്നെ ചിരിച്ചൊരു വഴിയോ ഇത് ഓരോരുത്തരാത്തുണ്ട്. പൃഥ്വിരാജിന്റെ ഇംഗ്ലീഷൊക്കെ എവിടെയോ പോയിന്ന്. പൃഥ്വിരാജ് അത്ര കോൺഫിഡൻസിൽ ഇരിക്കുന്ന ആളാ. ഇതിലേ പെട്ട് ഇറങ്ങി ഓടിയാലോ അല്ല അത് ഇതിന്റെ ട്രോള് ഭയങ്കര കേട്ടോ. അല്ല ലാലേട്ടൻ പറയുന്ന മറുപടി ഇല്ലടാ മൊത്തം ക്യാമറയാന്ന്. എനിക്കത് തെറ്റാ, അങ്ങനെയല്ല പറയണ്ടേ. ക്യാമറ നോർപ്പ് പിടിക്കണല്ലോ. ഇല്ലടാ ആങ്കറെ കണ്ടിട്ടേ ഓടിച്ചിട്ട് പിടിക്കാനോ എന്തായിരുന്നു ഓടിയാലും കേറി പിടിക്കും. പക്ഷെ ആ ഇന്റർവ്യൂ അവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ചില സാധനങ്ങൾ എന്താന്ന് നമുക്ക് പോലും അവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അത് വേറെ സത്യം. കണ്ടോ, ചിലത് അങ്ങനെയാണ്. അതെ, എന്റർടൈൻമെന്റ് മാത്രം മതി. ബുദ്ധി ഉണ്ടോ അല്ലെങ്കിൽ ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ചുമ്മാതാണ്, ഒരു ആവശ്യമില്ല. ഇപ്പൊ ബുദ്ധിയുടെ കാര്യത്തിൽ ഞങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. എന്റർടൈൻമെന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അങ്ങനെ ബുദ്ധി ഇല്ലാത്തവർക്ക് ഇന്റർവ്യൂ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരാം. അതെ, മറ്റൊന്ന് ഭാഷ, അത് ആ ചേച്ചിയുടെ കാര്യത്തില് അത് ഭാഷ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന മറ്റേത് ഇന്റർവ്യൂവിനേക്കാളും കത്തിയത് അതാണ്. പിന്നെ കാര്യം നടന്നാൽ മതിയല്ലോ. എന്താണെങ്കിലും നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ ട്രോൾ ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് ഇർഫാൻ കേറി തകർത്തിട്ടുണ്ട്. ഇർഫാൻ അല്ല തകർത്ത്, ലാലേട്ടൻ കേറി അവിടെ മേഞ്ഞിട്ടുണ്ട്. ഏതാ സാധനം കറക്റ്റ് സമയത്ത് ഓരോന്ന് പോണത്. ശരിക്കും ചില ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ചിലരുണ്ടല്ലോ, അവരുടെ കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ അവരങ്ങോട്ട് മൊത്തം മറ്റേ എന്താ പറയാ, അതാണ് അവരങ്ങോട്ട് അഴിഞ്ഞാടും. അതുപോലെയാണ് തോന്നിയത്. കാരണം അതും ആ ഇർഫാൻ തന്നെ പറയുന്നുണ്ട്, ഇത്രയും നേരം പല ഇന്റർവ്യൂവും കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ആൾക്ക് പേടിയായിരുന്നു പല ചോദ്യങ്ങളും ചോദിക്കാൻ. ലാലേട്ടനോടൊക്കെ ഇതൊക്കെയാണോ ഇതൊക്കെ ചോദ്യമാണോ? ഒരു 5-6 കഴിഞ്ഞിട്ട് ഏതാ സാധനം അടിപൊളിയായിരുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ചേച്ചി എന്താ പറയണത്? ട്രോള് നമ്മുടെ ഉബൈദ് ഇബ്രാഹിമിന്റെയാണ്. ഓക്കെ, അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. ഫസ്റ്റ് ചേച്ചിയുടെ അല്ലേ? ഓക്കെ. మధ్యాహ్నం ముందు చిన్న మిడతలు ఉంటారు అని బాగా తెలుసు, తెలుగు అంటున్నారు సారు. మనం తెలుగులోనేమో చెప్తూనే దాని వదిలిపెడుతున్నారు సార్లు తెలుగు సెకండ్ సార్. నాకు నీ పాట ఒకటి ఆదుకున్నది. കറക്റ്റ് ഉണ്ടല്ലോ. లూసిఫర్ అല്ല എമ്പുരാൻ. ఎట్లా చెప్పిండు సార్? ఒప్పించిండు కదా సినిమాకు. ఓకే, manage it. ലാലേട്ടൻ്റെ സിനിമയുടെ ഇഷ്ടംപോലെ സാധനമുണ്ട് ഇതിനിടാൻ. సార్ మీ జుట్టు అంతా నల్లగా ఉన్నది ఇప్పటికి కూడా, బ్లాక్. ఓకే, వాట్ యు ఫుడ్ సార్? మైలెన్న అంటే సార్ పప్పాయిలు మాకు అందరికి మలయాళం వాళ్ళు కొబ్బరి పెట్టారు బాగా అని తెలుసు. మంచి ఎప్పుడు ఇట్లా నాకు బాగానే వస్తుంది ఈరోజు ఇంగ్లీష్.
బాగానే మాట్లాడుతున్నానా? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. English understanding? I am also learning English. Okay, okay. I'm learning Telugu. Learn మంచిగా ఉంటుంది తెలుగు. കൊച്ചമ്മ പറയാനൊരു എനിക്കറിയില്ലേ? You roam so many countries, no? Yes, yes. Every money is Anthony Bhavanoya. Every money Anthony only. അതെ ഇംഗ്ലീഷൊക്കെ മറന്നു, ഗ്രാമറൊക്കെ പോയി. ഒക്കെ പോയി. అన్నకు సున్నం పెట్టిండ్రు అన్న. ചോദിക്കണ మీరేం తీసుకోలేదు, మీ వైఫ్ హోల్డింగ్ ఉండదా? ചോദ്യം ശരിയായിട്ട് ചോദിക്കാൻ പറയും. In a school பண்ணிட்டு no problem. No use. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? సైతాన్ కదా లూసిఫర్ అంటే. సార్ హీరో కదా, హీరోకి సైతాన్ అని పేరు పెడతావా? എന്റെ മോനെ എന്റെ തല കറങ്ങുന്നല്ലോ. തന്റെ തലയല്ലേ കറങ്ങുള്ളൂ. എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങും. ఇదేదో అబ్రక దబ్ర అన్నట్టున్నది కానీ మనకైతే అర్థమయ్యేటట్లేదు. വേണ്ട മോളെ, ചായം പച്ചൊന്ന് రాజమౌళన్న పిల్లలు పెట్టుకొని ఇక చిన్నని పెట్టుకొని మౌన్ లాల్ సార్ని పెట్టుకొని ఒక సినిమా తీసే మంచిగా. എനിക്കത് കേട്ടാ മതി. ഇതാകുമ്പോ കാക്കയുടെ വിശ്വം മാറും, പശുവിന്റെ കടിയും മാറും. టంగ్ పాగటం 16 మచ్చం మధ్యలో పదహారు ఉన్నాయి సార్. അതെ അതെ, അങ്ങനെ വേണം. Gain some money, give some gold to wife, then go for direction. అమ్మ ఈ రోజు నాకు మొత్తం ఇంగ్లీష్ వచ్చి పాడి. എക്സ്പ്രഷൻ നോക്ക്. രാവിലെ തുടങ്ങിയ തപ്പല തൊണ്ടയിലെ തുപ്പല് പറ്റി. ഞാൻ കാര്യങ്ങൾ അവസരോചിതമായി ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ സ്മൂത്ത് ആയി. നമ്മൾ പിന്നെ വരാം. ചതി സാധനം അല്ലേ. എന്ത് ഭാഷയാണത്? തെലുങ്ക് എങ്ങനെയാണോ? തെലുങ്ക് അങ്ങനെയാണോ എന്നുള്ളത് അവര് ആ നേരം മിണ്ടാതിരുന്നില്ല, അവര് അത് ആ ചിന്തിക്കായിരുന്നു. പക്ഷെ ഇതെനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഈ തമിഴിലും ഉണ്ട് ഇതേപോലെ. മറ്റേ കുറച്ച് അതായത് കുറച്ച് പ്രാകൃതമായിട്ടുള്ള സാധനം. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല പറഞ്ഞാല്. അത് എന്താ പറയാ, ഈ മധുരൈ തമിഴൊക്കെ അങ്ങനെയാണ്. നമുക്ക് പല സാധനങ്ങളുണ്ട്. അത് മലയാളത്തിലും ഉണ്ട്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയുടെ സംസാരവും, കണ്ണൂര്, കാസർഗോഡ്, അങ്ങനത്തെ അതേപോലെ തന്നെ തെലുങ്കിലെ വേറൊരു സാധനമാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമാണ്. പിന്നെ ആ മുപ്പത്തേറെ എക്സ്പ്രഷനും മുപ്പത്തേര് കൊടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇരുന്ന് ചിരിയേ വരുള്ളൂ. അതാ പറഞ്ഞ ഒറിജിനൽ പക്ക നാടൻ ലുക്കില്. ഇനി മറ്റേ നമ്മുടെ മൂക്കില രാജ്യത്ത് സിനിമ അല്ലേ, അതിലെ സീനെങ്ങാനും ആണോ, അങ്ങനെ സംഭവിച്ചാണോ? അവിടെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു, ഞാനിത് ബഹിഷ്കരിക്കുകയാണ്. അതുപോലെ തിലങ്ക് കയറുന്ന പോലെ കയറുന്നതാണോ അറിയാതെ? അതൊന്നും അത്രയും വലിയ ഇതിലോ അത് നടക്കൂല, ഒരിക്കലും നടക്കൂല. അത് എന്താണെങ്കിലും ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇർഫാൻ്റെയിലേക്ക് പോവാം. അത് അതിന്റെ അപ്പുറമാണ്. ആ 15 മിനിറ്റ് സംഭവം 15 മിനിറ്റ് ഇന്റർവ്യൂ ഉള്ളൂ. എന്ത് രസം. 15 മിനിറ്റ് പോയത് അറിഞ്ഞില്ല. 15 ശരിക്കും അത് ഒരു മണിക്കൂറൊക്കെ കണ്ടു. സത്യം നല്ല ടൈം വേണമായിരുന്നു. ഒരു മൂഡിലാണ് ഒരു രണ്ടുപേരും. ഓക്കെ കാണാം. അതും ഇതിന്റെ തന്നെ കേട്ടോ. അല്ല പൊക്കിങ്ങ, അതെന്താ പ്രോഗ്രാം? ഇവനെ പൊക്കാൻ വന്നവരാ. കുറിക്കാൻ വന്നേ. ഞാൻ എല്ലായിടവും പയറ്റി കലക്കി കൈ കൊടുക്കും. ഇത് മാതിരി ഇന്റർവ്യൂസ് ഭയങ്കരമാ പിടിക്കുന്നു. ആ ചിരിച്ചോണ്ടാണത്. തമിഴ് ആക്ടർ ഓർ ആക്ട്രസ്? ഇത്രയും നാളത്തെ ഒരു ബാർഗിനിങ് നിലയമായിരുന്നു. ഒരാളും അതൊക്കെ ആയിരുന്നു. എങ്ങനെ ചെയ്തു? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാരെ പറയുന്നത്. ആക്ടർ താൻ അതിൽ ആക്ട്രസ്, ആക്ടർ, മെയിൽ, ഫീമെയിൽ, അതായത് ഉത്തമ. இந்த படத்துல வந்து ஷாருக் கான் நடிச்சிருக்காங்க. அப்புறம் இந்த படத்துல வந்துட்டு രണ്ടുപേരും മാത്രം മാമുക്കോയ നടിച്ചിട്ട്
சொல்றாங்க. ഉണ്ട് ഇല്ലെന്നല്ലേ പറഞ്ഞു ഉണ്ടെന്നല്ലേ പറഞ്ഞു സാറ് ചോദിച്ച സ്ഥിതിക്ക് പറയാം. ഷാരൂഖ് ഖാൻ പാവം അവര് ഒരു സീൻ നടിച്ചിട്ട് അത് കട്ട് പണി ഡിലീറ്റഡ് സീൻസ് റിലീസ് பண்ணிடுவோம் അത് അപ്പുറത്ത് താങ്ങി കൊടുക്കുക. അങ്ങനെ ചോദിക്കുന്നത് ஆக்சுவலி சார் விஷயம் மூவி நீங்க வந்து பண்ணிருந்தீங்களே, ஐயோ. ஒரு ரியல் லைஃப் இன்சிடென்ட் உங்களுக்கு இருக்குதா? ഇതൊരു ചോദ്യം. നിറയെ പേരെ മൂടിയിട്ടുണ്ട്. இந்த மாதிரி கேள்விதான் எழுதி கொடுக்குறீங்க நீங்க. எங்க டீம்ல பண்றாங்க சார் இதெல்லாம். ആ 4 പേരാരെയും വേദനിക്കും. ശരി, അവസാനമായിട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കും. அடுத்த கொஸ்டின். ഇതെല്ലാം ക്വസ്റ്റ്യൻ പൃഥ്വിരാജ് എൻജോയ് ചെയ്യട്ടെ. ഓ நீங்க மூவி சார் அடிக்கல ஃபர்ஸ்ட்ல இருந்தே இப்போ. அப்படின்னா நீங்க 47 വർഷം ഈ മൊയ്തീനിക്കാന്റെ ഓരോ അയ്യോ அப்படி நீங்க நடிக்கலன்னா லாலேட்டனா இப்ப லாலேட்டன் சாரா நீங்க இல்லனா நீங்க என்னவா இருந்திருப்பீங்க? അങ്ങനെ ആർക്കും തോന്നാതിരിക്കട്ടതാണ് പ്രാർത്ഥന മകനെ எனக்கு வந்து இதுதான் தெரியும். தயவு செய்து சேஞ்ச் பண்ணாதுங்க. എങ്ങനെ അയ്യോ മനോഹരമായിരുന്നു. So, இந்த மூவி ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം. എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം. ജവനോ ഇന്റർവ്യൂ കഴിയേ ഇങ്ങനത്തെ ചോദ്യമൊക്കെ കഴിഞ്ഞിട്ട് എഴുതി തരുന്നത് 4 പേരാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ ടീം 4 പേരാന്ന് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് തീർന്നു കഴിഞ്ഞ ശേഷം അത് 4 പേരാ മൈക്കൊക്കെ ഊരി വെച്ചിട്ട് ആ 4 പേരെ അവിടെ മൈക്കോടെ മൈക്കില്ലേ മൈക്ക് എടുത്തിട്ട് വരട്ടോ. സൗണ്ട് ഉണ്ടെങ്കിൽ കിട്ടും. ബൈ.